ഹലോ. കർക്കിടക മാസത്തിലെ ദശപുഷ്പത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാലോ അല്ലേ? എന്നാൽ ഈ ദശപുഷ്പത്തിന്റെ ദേവന്മാരെയും ഔഷധ ഗുണങ്ങളെയും കൂടെ ഒക്കെ ഒന്ന് കണ്ടാലോ? ശ്രീപാർവതിക്ക് പൂജയ്ക്ക് വെക്കുന്ന 10 ചെടികളുടെ കൂട്ടായതുകൊണ്ടാണ് അത്ര ഇതിന് ദശപുഷ്പം എന്ന് പേര് വന്നത്. ഇത് ഞാൻ വീട്ടിൽ ശേഖരിച്ചുണ്ടാക്കിയ നട്ടുവളർത്തിയ ദശപുഷ്പാണേ. ഇനി ദശപുഷ്പത്തിൽ ആദ്യം തന്നെ കറുകേനെ പറ്റി പറയാം. ഇതിന്റെ ദേവൻ ആദിത്യനാണ് കേട്ടോ. കറുക ഒരുപാട് കാര്യത്തിന് ഉപയോഗിക്കാറുണ്ട്. ഗണപതി ഹോമത്തിനും ഗണപതിക്ക് മാല കെട്ടാനും ബലിച്ചടങ്ങുകൾക്കൊക്കെ കറുക ഉപയോഗിക്കാറുണ്ട്. ഇത് തലയിൽ ചൂടാണെങ്കിൽ ആദ്യം വ്യാധിയൊക്കെ കുറയുമെന്നാണ് വിശ്വാസം. ഇനി അടുത്തത് കൃഷ്ണക്രാന്തി. ഇതിനെ വിഷ്ണുക്രാന്തി എന്നും പറയും. ഈ കൃഷ്ണക്രാന്തി വളരെ വിരളായിട്ടേ കിട്ടാറുള്ളൂ. ഇതിന്റെ ദേവൻ നമ്മുടെ കൃഷ്ണൻ തന്നെയാണേ. ഈ പുഷ്പം തലയിൽ ചൂടിയാൽ വിഷ്ണു പദപ്രാപ്തി എന്നാണ് വിശ്വാസം. കൃഷ്ണക്രാന്തിക്ക് ശേഷം നമുക്ക് തിരുതാളി നിന്ന് പരിചയപ്പെട്ടാലോ? എല്ലായിടത്തും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന തിരുതാളി ദശപുഷ്പത്തിലെ ഏറ്റവും വലിയ പൂവാണ്. ഇതിന്റെ ദേവത ഇന്ദിരാദേവിയാണത്രേ. ഈ പൂവ് ചൂടിയുള്ള ഫലം എന്താണെന്നറിയോ? സൗന്ദര്യവർദ്ധനം. അത് കൊള്ളാല്ലേ. ഇനി ബാക്കി ദശപുഷ്പങ്ങൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാട്ടോ. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.